നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 553. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണോസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 553. ഇന്ന് 45-ാം സർഗം ഭഗവാന്റെ ലീലാകാന്ഡം എന്ന ഭാഗത്തിൽ നിന്ന്. വൃന്ദാവന ലീലയും അഘാസുരമോക്ഷവും എന്നാണ് ഹെഡിങ്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുമ്പേ ഇതിൻ്റെ മുമ്പേ വത്സാസുരമോക്ഷവും ബകാസുരമോക്ഷവും എന്നുള്ള 44-ാം സർഗത്തിൽ 27-ാമത്തെ ശ്ലോകമാണ് അവസാനത്തെ. അത് നമ്മൾ പറയണ്ടായി. രാമാനുജൻ ചിറപടുക്കൽ ഒളിക്കൽ നീന്തൽ സാമാന്യനായി കവികൾ പോലെ മരങ്ങൾ ചാടൽ ആമാതിരിക്ക് അതിമനോഹര ലീല കൊണ്ട് കൗമാരകാന്തി കൂടി വെച്ചരുളി വ്രജത്തിൽ. വളരെ സരസായിട്ട് ഭഗവാൻ എന്തൊക്കെ മോണോ ആക്റ്റാ ചെയ്യുക എന്ന് പറയാൻ വയ്യാന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇനി 45-ാം സർഗത്തിൽ 1-ാമത്തെ ശ്ലോകം വൃന്ദാവന ലീലയും അഘാസുരമോക്ഷത്തിലും പറയണു. ഒരു നാൾ ഓർത്തു കാർവർണ്ണൻ പുലർച്ചെക്കെഴുന്നേറ്റുടൻ ചങ്ങാതിമാരോടും കൂടി വൃന്ദാരണ്യത്തിലുണ്ണുവാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് വൃന്ദാവനത്തിൻ്റെ ഉൾക്കാടുകളിൽ പശുക്കളെ മേച്ച് അവിടെ ഊണ് കഴിക്കാം. അതാണ് വൃന്ദാവന ലീല. ഒരു നാടോർത്തു കാർവർണ്ണൻ പുലർച്ചെക്കെഴുന്നേറ്റുടൻ ചങ്ങാതിമാരോടും കൂടി വൃന്ദാരണ്യത്തിൽ ഉണ്ണുവാൻ. അതാണ് ഈ വനഭോജനം എന്ന് പറയണതേ. കൊമ്പെടുത്തു വിളിച്ചോതി ഒരുങ്ങിച്ചെന്നു മെല്ലവേ പൈക്കിടാങ്ങളെയും കൂട്ടി പുറപ്പെട്ടു മനോഹരൻ. അപ്പോൾ ഇൻഫർമേഷനൊക്കെ എല്ലാവർക്കും കൊടുത്തു. കൊമ്പെടുത്തു വിളിച്ചോതി പുറപ്പെടുകയായി, എല്ലാവരും പുറപ്പെട്ടോളിൻ. ഒരുങ്ങിച്ചെന്നു മെല്ലവേ, ഈ കൊമ്പ് വിളിച്ച് കേട്ടിട്ട് അവർക്ക് ഒരുങ്ങാനുള്ള സമയം കൊടുത്തു ഇദ്ദേഹം. എന്നിട്ട് ഒരുങ്ങിച്ചെന്നു മെല്ലവേ പൈക്കിടാങ്ങളെയും കൂട്ടി പുറപ്പെട്ടു മനോഹരൻ. മനസ്സിന് ഹരം തരുന്നവൻ എന്നർത്ഥം. മനസ്സിന് ഹരം തോന്നിയാൽ ആരാണ് അതിന് ഉത്തരവാദി? അവരിൽ നമ്മളിലേക്കും. അപ്പോൾ ഭഗവാനാണ് കൊമ്പൂതിയത്, ഭഗവാനാണ് മനോഹരൻ. അല്ലാണ്ട് മനുഷ്യന്മാർക്ക് മനോഹരൻ എന്ന് പേരിടാം എന്നല്ലാണ്ട് മനസ്സിനെ അട്രാക്റ്റ് ചെയ്താൽ മുമുക്ഷത്വം കൊടുക്കുമോ? അവരെ കേമന്മാരാന്ന് ഞാൻ പറയും. ഇപ്പോൾ സ്ത്രീ മനസ്സിൽ ഒരു മനോഹരനെ വെച്ചും കൊണ്ടാണെങ്കിൽ അത് ചിലപ്പോൾ കാര്യം കഴിഞ്ഞ് പാലം കടക്കോളം നാരായണ പാലം കടന്ന് കൂരായണ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിത്യദുഃഖം ഫലം. അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ മനോഹരനാണെച്ചാൽ ആ ജീവനാന്തം അവനോടൊപ്പം പൊറുക്കുന്ന സ്ത്രീക്ക് വേണ്ട മര്യാദകൾ, അർഹമായ സ്ഥാനമാനങ്ങൾ കൊടുത്ത് വാഴിക്കുക. ഇതില്ലെങ്കിൽ അവൻ മനോഹരനല്ല, ചണ്ടാളനാണ്. അപ്പോൾ ഇവിടെ മനോഹരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുമുക്ഷത്വത്തിലേക്ക് എത്താവുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവനാണോ? സമ്മതിച്ചു. ഇല്ലെങ്കിൽ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പൈക്കിടാങ്ങളെയും കൂട്ടി പുറപ്പെട്ടു മനോഹരൻ. കിടാങ്ങൾ കൊമ്പും കുഴലും ചൂരലും ചോറ്റുപാത്രവും എടുത്ത് കൃഷ്ണനോടൊപ്പം കൂടിനാരവരെ വരും. താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയുടെ വാക്കാണ് ചോറ്റുപാത്രം എന്നുള്ളത്. ഭാഗവതത്തിൽ എന്താ? പൊതിഞ്ഞു കയ്യിൽ വെച്ചു എന്നാ. അതിൽ ഉണ്ണിമാങ്ങ കടുമാങ്ങയൊക്കെ ചെറിയ ചെറിയ വാഴ വാട്ടിയിട്ട് അതിൽ ഇട്ട് കെട്ടിയെന്ന വാഴനാരം കൊണ്ട്. അപ്പോൾ നമുക്ക് ചോറ്റുപാത്രം എടുക്കുക.
അപ്പോൾ പറഞ്ഞു, കിടാങ്ങൾ കൊമ്പും കുഴലും ചൂരലും ചോറ്റുപാത്രവും എടുത്ത് കൃഷ്ണനോടൊപ്പം കൂടിനാറവരെ വരും. ഓരോരോ ആളും അതാതാൾ തൻ പൈക്കൂട്ടങ്ങളെ ഒക്കെയും കൃഷ്ണൻ മേയ്ക്കും കന്നുകാലി കൂട്ടത്തിൽ ചേർത്തി അങ്ങനെ ഒരു കരാമ്പ് വായിലിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നാവ് അവനെങ്ങനെ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അത് ചുണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തോല് പോവും. അത്രയും കരാമ്പൂവിന് അത്രയും പ്രഷറുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ശീലമായി. ഉറക്കം വരാണ്ടിരിക്കാനും നല്ലതാണ്. ഇനി അതുകൊണ്ടല്ലോ മറ്റത് ടിഫിനൊക്കെ അടിച്ചാൽ ചിലപ്പോൾ ഒന്ന് മയങ്ങും, പിന്നെ കൊട്ടുവായൊക്കെ വരും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കിടാങ്ങൾ കൊമ്പും കുഴലും ചൂരലും ചോറ്റുപാത്രവും എടുത്ത് കൃഷ്ണനോടൊപ്പം കൂടിനാരവരെ വരും. ഓരോരോ ആളും അതാതാൾ തൻ പൈക്കൂട്ടങ്ങളെ ഒക്കെയും കൃഷ്ണൻ മേയ്ക്കും കന്നുകാലി കൂട്ടത്തിൽ ചേർത്തി അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്, കന്നുകാലികൾ. അവരുടെ ഒപ്പം മറ്റുള്ളവർ ഓരോരുത്തരും അതിലിങ്ങനെ കൂടി വലിയ ഒരു പശുക്കൂട്ടായി. ഇവരെ ഒരു 10 ആൾ 15 ആൾ 20 ആൾ അത് മേയ്ക്കാനും. സ്വൈരം വൃന്ദാവനത്തിങ്കൽ കളിയാടി സമസ്തരും. സ്വൈരം വൃന്ദാവനത്തിങ്കൽ കളിയാടി സമസ്തരും. വൃന്ദാവനത്തിലുള്ളവർക്കൊക്കെ അങ്ങേയറ്റം ഉത്സാഹ. കാരണം എന്താ? ഭഗവാനെ കാണാൻ, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാന്റെ നിത്യനിദാനങ്ങളെ പറ്റി പാട്ടുപാടുക, വർണ്ണിക്കുക. മുത്തുമാലകളും മറ്റും അമ്മമാരണിയിക്കലും വേണ്ടത്ര എന്തൊക്കെ അവരുടെ കയ്യിൽ കിട്ടുക വിഭവങ്ങൾ, അതുകൊണ്ടൊക്കെ മാലയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് എല്ലാവരും. അവയ്ക്ക് മീതെ ഓരോരോ വിലസും കാട്ടുപൂക്കളും. കാട്ടുപൂക്കൾ കയറിൽ കെട്ടിയിട്ട് കഴുത്തിലിടുക, അതൊരു ആഭരണമായിട്ട്. ഇലഞ്ഞിമാലയും കുന്നിക്കുരുവും ചെമ്പുരത്തിയും. ചെമ്പരത്തി എന്നല്ല, ചെമ്പുരുത്തി എന്നാ മലയാളമാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇലഞ്ഞിമാലയും, അതിനെപ്പറ്റി എനിക്ക് പറയണം. എന്താ വെച്ചാൽ, ഞാൻ താമസിക്കുന്ന കുരുവമ്പലം ശിവക്ഷേത്രത്തിൽ 2 പടുകൂറ്റൻ ഇലഞ്ഞിമരുണ്ട്. അപ്പോൾ ഇലഞ്ഞി പൂത്താൽ അതിൻ്റെ പൂവിൻ്റെ മണം ഗംഭീര. അപ്പോൾ പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ചിൽ ആണ് ജാസ്തി പൂക്കളുണ്ടാവുക. ആ സമയത്താണ് കുരുവമ്പലം ശിവക്ഷേത്രത്തിൽ 22 ദിവസം നീണ്ടു നിൽക്കുന്ന 18 അല്ലെങ്കിൽ 22 ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്ത് പാട്ട്. അപ്പോൾ എൻ്റെ ശ്രീമതിക്ക് തന്നെ 68 വയസ്സായി. അവൾ 3-4 വയസ്സ് മുതൽക്ക് ആ ക്ഷേത്രത്തിൽ ഈ പാട്ടുഘോഷത്തിന് പാട്ടിനെ കളമാട്ട് തൊഴാൻ പോവുകയാണെങ്കിൽ ഈ എന്താ പറയുക, കുരുത്തോല തോരനാക്കി ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ടാവും. അതിന്ന് ചെറിയ ഒരു നാര് ചീന്തി ഈ ഇലഞ്ഞിമാല കോർക്കും. അവരതിനാണ് പോണത്, അല്ലാണ്ട് കളമ്പാട്ട് തൊഴാനൊന്നുമല്ല. ഇപ്പോഴും ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതൊക്കെ നോക്കി ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണെന്നാ പറയുക, ഒരു സന്തോഷം. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ കുറുമ്പന്മാരും ചെയ്ത കാര്യങ്ങളാണല്ലോ അത്, അല്ലേ? അപ്പോൾ അത് ചിലവർ വീട്ടിൽ കൊണ്ടുവന്ന് ഫോട്ടോന് തൂക്കും. അത് കാണാൻ നല്ല രസമാണ്. ഒരു തുളസിമാളുടെ അത്ര വണ്ണ ഉണ്ടാവുള്ളത് പൂക്കൾ. അപ്പോൾ ഇലഞ്ഞിമാലയും കുന്നിക്കുരുവും ചെമ്പുരുത്തിയും കൊന്നപ്പൂങ്കുലയും മറ്റും വെച്ചു കെട്ടി വിളങ്ങിടും. ഇടയ്ക്ക് ഓരോരോ വള്ളി കൊണ്ട് പൂണോലിട്ടും കളിച്ചിടും. ശ്രദ്ധിക്കണം, ഭഗവാന് പൂണോല് ഉപനയനത്തിന് 11ാമത്തെ വയസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, വള്ളി കൊണ്ട് പൂണോലിട്ട് കളിക്കും. ബ്രാഹ്മണ്യത്തിനെ അപഹസിക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല. ബ്രാഹ്മണ്യമുള്ളവരായിട്ട് നടക്കുക ഇവർ. അപ്പോൾ 121 എന്നുള്ളത് 121 ആ വിളങ്ങിയിടുന്നുള്ളത് ഞാൻ എപ്പോഴും എന്താ ചെയ്യണത്, കറക്റ്റ് ചെയ്ത് വരാം.
അപ്പോൾ ഇവിടെ വിളങ്ങിയിടും എന്നുള്ളത് ഇതിൻ്റെ മുമ്പേ കുറേ നേരമായി വന്നിട്ട്, അതോ ഇനിയിപ്പോൾ എൻ്റെ ഇത് 124. അപ്പോൾ എന്താ പറഞ്ഞത്? കൊന്ന പൂങ്കുലയും മറ്റും വെച്ചു കെട്ടി വിളങ്ങിടും ഇടയ്ക്ക് ഓരോ വള്ളി കൊണ്ട് പൂണൂലിട്ടും കളിച്ചിടും. ചോറ്റിൻ പാത്രങ്ങളും മറ്റും ചങ്ങാതികൾ പരസ്പരം കാണാതെ എടുത്തൊളിപ്പിക്കും, കണ്ടാലുടനെ മാറ്റിടും. ചില പാവങ്ങളെങ്ങെങ്ങും തേടി തേടി കരഞ്ഞിടാൻ തുടങ്ങുകിൽ ചിരിച്ചും കൊണ്ടുടൻ കൊണ്ടേ കൊടുത്തിടും. അപ്പോൾ സ്വല്പനേരത്തിന് ഒരു വിഭ്രാന്തി ഉണ്ടാക്കുന്നല്ലാണ്ട് അവരെ മോശപ്പെട്ട രീതിയിൽ ദുഃഖിപ്പിക്കില്ല. അതാണ് നമ്മളും ചെയ്യേണ്ടത്. ഇപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ, മെഡിസിനൽ കോളേജിലൊക്കെ റാഗിങ് പതിവുണ്ട്. കുറച്ചൊക്കെ അവരുടെ സ്വഭാവത്തിനെ ഒന്ന് മാറ്റിവരയ്ക്കാം എന്നല്ലാണ്ട് അവരുടെ മനസ്സിന് ഹർട്ടാവുന്ന രീതിയിലൊന്നും ചെയ്യരുത്. ഇതൊക്കെ 8, 10, 12 വയസ്സിൽ പഠിക്കണം. അതാണുള്ള കോമൺ സെൻസാണ് ഇതൊക്കെ. കണ്ടാലൂടെ അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചില പാവങ്ങളങ്ങെങ്ങും തേടി തേടി കരഞ്ഞിടാൻ തുടങ്ങുകിൽ ചിരിച്ചും കൊണ്ടുടൻ കൊണ്ടേ കൊടുത്തിടും. കാടിൻ്റെ കാന്തി കണ്ടുണ്ണി കൃഷ്ണൻ ദൂരത്തു ചെല്ലുകിൽ ഞാൻ ആദ്യം തൊട്ടിടും എന്നോടി തൊട്ടു രസിച്ചിടും. ഭഗവാൻ കാനനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിയുമ്പോൾ ഞാൻ പോയി തൊടാം. ഭഗവാനെ തൊടാനുള്ളൊരു സംതൃപ്തി, തൊട്ടാലുള്ള സംതൃപ്തി. എല്ലാവരും ഓടി ഓടി വിജയിക്കും. ഓടക്കുഴൽ വിളച്ചിടും ചിലർ കൊമ്പുകളൂതിടും, വണ്ടിൻ്റെ ഒപ്പം മൂളിയിടും. വണ്ട് മൂളുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം മൂളുക. കുയിലൊന്നൊത്തുപാടിയിടും, കുയിൽ ശബ്ദമാക്കാൻ തുടങ്ങിയാൽ അതിനൊത്ത് ശബ്ദിക്കും. പക്ഷിതൻ നിഴൽ തേടും. ഇതിൻ്റെ മുമ്പ് നിഴലിനെ പറ്റി പറയേണ്ടതുണ്ട്. മേഘങ്ങൾ പോകുമ്പോൾ പാടത്തൊക്കെ തുറന്ന സ്ഥലത്ത് കൂടെ പോകുമ്പോൾ അത്രയും വലുപ്പത്തിൽ ഒരു ഷാഡോ ഇങ്ങനെ പറക്കണത് കാണാം. അപ്പോൾ ഇവിടെ വലിയ പരുന്ത് കഴുകാനൊക്കെ പറക്കുകയാണെങ്കിൽ ചെറിയൊരു ഷാഡോ വരാണ്ടിരിക്കില്ല. അപ്പോൾ പക്ഷിതൻ നിഴൽ തേടും ഹംസത്തിൻ നടയാർന്നിടും. എങ്ങനെ അരയന്നെ നടക്കുക അതേപോലെ നടന്ന് കാണിക്കും. വണ്ടിൻ്റെ ഹംസത്തിൻ നടയാർന്നിടും, കൊറ്റിക്കടുത്തിരുന്നിടും, മയിലിനൊപ്പം മാടിയിടും. ഒരു കൊറ്റി മീൻ പിടിക്കാൻ, പൊന്മ മീൻ പിടിക്കാനെങ്കിൽ അതേപോലെ ഇങ്ങനെ ഇരിക്കും, അനങ്ങാണ്ട്. ആരാ അനങ്ങാണ്ടിരിക്കുക? അതാണ് പിന്നെ കൊറ്റീനെ പോലെ ഇരിക്കും. മയിലിനൊപ്പം മാടിയിടും. മയിൽ അവിടെ മുമ്പിലാടണ ഇവരും മയിലാട്ടം. കുരങ്ങിൻ വാൽ പിടിച്ചേറും അതിൻ കൂടെ മരങ്ങളിൽ. കുരങ്ങൻ്റെ വാല് തൂങ്ങി നിൽക്കുമ്പോൾ അതിൽ പിടിക്കും. എന്നിട്ട് കുരങ്ങ് മരം കയറുമ്പോൾ ആ വാല് പിടിച്ച് ഇവരും മരത്തിന് മുകളിൽ കയറുക. അതിൻ പിടിച്ചേറും അതിൻ കൂടെ മരങ്ങളിൽ ഇളിച്ചു കാട്ടും, അതിനോടൊപ്പം കൊമ്പത്തു ചാടിയിടും. എങ്ങനെയാണ് കുരങ്ങന്മാർ കുട്ടികളെ ഇളിച്ചു കാട്ടുക, അതേമാതിരി ഇവരും ചിരിച്ച് കാണിക്കും. അവരെങ്ങനെ ചാടും അതേപോലൊക്കെ കാണിക്കും. തുള്ളും തവളകൾക്കൊപ്പം. തവളകൾ ചാടുമ്പോൾ തുള്ളും തവളകൾക്കൊപ്പം നീരിൽ ചെന്നൂളിയിട്ടിടും. വെള്ളത്തിലെ തവളകൾ എങ്ങനെയാ ഈ റോക്കറ്റൊക്കെ പോണ കൂട്ടത്തിൽ വെള്ളത്തിൽ കൂടെ കൂളിയിടന്നെ. നീരിൽ ചെന്നൂളിയിട്ടിടും. ഊളിന്നാണ്, കൂളിയല്ല, ഊളിയിട്ടിടും. നിഴൽ കണ്ട് അതിനോടോരാംഗ്യം കാട്ടിച്ചിരിച്ചിടും. നിഴലിൽ നമ്മുടെ നിഴലിന് കാണും. അപ്പോൾ കുട്ടികൾ നിഴൽ നോക്കി കളിക്കരുതെന്നുണ്ട്. പക്ഷേ ഇവിടെ ഭഗവാൻ ചിരിക്കാൻ തുടങ്ങി പിന്നെ എന്തൊക്കെയാണ് കാണിക്കാണ്ടിരിക്കുക. അപ്പോൾ അതിനോടോരാംഗ്യം കാട്ടിച്ചിരിച്ചിടും നിഴലിനോട്. വീണ്ടും വീണ്ടും മാറ്റലയോടോതും മിണ്ടാതിരിക്കുവാൻ. പ്ലീസ് ക്വയറ്റ്, എന്താണ് സൈലൻസ്, പ്ലീസ് കീപ് ക്വയറ്റ്. എല്ലാവരും പറയും, കൃഷ്ണനോടും പറയും, കൃഷ്ണൻ അങ്ങോട്ടും പറയും. കൃഷ്ണനോട് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞാൽ കേൾക്കില്ല, കൃഷ്ണൻ പറഞ്ഞാൽ ഇവരും കേൾക്കില്ല. എന്തിനാ കേൾക്കണം? കളിയല്ലേ, കളിയാണല്ലോ.
അപ്പോൾ ആംഗ്യം കാട്ടി ചിരിച്ചിടും വീണ്ടും വീണ്ടും മാറ്റിലയോടോതും മിണ്ടാതിരിക്കുവാൻ. ചില സ്ഥലത്ത് സംസാരിച്ചാൽ എക്കോ ഉണ്ടാവും. അപ്പോൾ പ്ലീസ് കീപ് ക്വയറ്റ് എന്ന് പറയാൻ താല്പര്യമുണ്ട് അവർക്ക്. ഈ വണ്ണം ഗോപപാലന്മാർ വൃന്ദാരണ്യത്തിലെത്രയും വിലസി വിഗതാശങ്കം. ഒരു ആപത്തും ഇല്ലാത്ത രീതിയിൽ ശങ്ക ഒന്നുമില്ല. വിലസി വിഗതാശങ്കം വിശ്വനാഥൻ്റെ കൂടവേ അത്യത്ഭുതം ഇതെന്നല്ലാതെ എന്തോതും ധർമ്മനന്ദന. ആരാണ് ധർമ്മനന്ദന? ധർമ്മനന്ദന എന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത് എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ധർമ്മപുത്രർ എന്നുള്ള അർത്ഥം പറയണം. ധർമ്മപുത്രർ. ഭാഗവതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. ധർമ്മപുത്രരോട് ഭാഗവതം പറയുന്ന കൂട്ടത്തിൽ ധർമ്മനന്ദന എന്ന് പറയാൻ വേറെ ആരും കാണാനില്ല ഞാനവിടെ. അപ്പോൾ എന്താ വെക്കോട്ടെ, നമ്മൾക്കിപ്പോൾ ഈ പ്ലേസസ് ആൻഡ് നൗൺസ് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ. അപ്പോൾ കാരണം പരീക്ഷിത്ത് ധർമ്മത്തിൻ്റെ മകനല്ല, മനസ്സിലായോ? അപ്പോൾ ധർമ്മനന്ദന ഇരുന്നോട്ടെ, ആരായിക്കോട്ടെ. ജ്ഞാനികൾക്കൊക്കെയും പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതിയായി. ജ്ഞാനികൾ ഭഗവാൻ എങ്ങനെയാണ് കാണുന്നത്? ജ്ഞാനികൾക്കൊക്കെയും പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതിയായി. ഓരോരുത്തർക്കും മനസ്സിലുണ്ടാവുന്ന ബ്രഹ്മാനുഭൂതി, ആനന്ദം, പരമാനന്ദം. ഒരാൾ ആനന്ദം അനുഭവിക്കുകയാണോ, അതിന് സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ, പരമാനന്ദം എന്നേ ഉള്ളൂ. ആനന്ദം അനുഭവിക്കുന്ന ആളൊക്കെ ഈശ്വരനായിട്ട് സംവാദം ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾക്കും പറയാം, ഞാൻ ഈശ്വരനോട് താതാത്മ്യം പ്രാപിച്ചു. കാരണം എന്താ? ഈശ്വരനോട് സംസാരിച്ചു. നമ്മൾ ഈശ്വരനോട് സംസാരിക്കുമ്പോൾ ഈശ്വരൻ നമ്മളോടും സംസാരിക്കും. ഇന്ന് വെള്ളിയാഴ്ച, കർക്കിടക മാസമാണ്. അപ്പോൾ ആസ് യൂഷ്വൽ, അതായത് ഡേറ്റ് കൂടി പറയാം, എന്നാലല്ല ഇത് 10 കൊല്ലം കഴിഞ്ഞ് ഞാനില്ലെങ്കിലും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം. ജൂലൈ 26 കർക്കിടക മാസം, അതിൽ ജൂലൈ 26-ാം തീയതി 2024 ഡേറ്റ് എഴുതിക്കോളൂ. അപ്പോൾ പാല് വാങ്ങി കൊണ്ടുവന്നാൽ ഒരു സിൽവർ ഗ്ലാസ്സിൽ ഒരു അരമുക്കാൽ ഗ്ലാസ് പാലെടുത്ത് ഒരു വട്ടപ്പാത്രം എടുത്തിട്ടാണ് പാമ്പൻകാവിലേക്ക് പോവുക. ഞാൻ അവിടെ പോയി ഇന്നലെ അർച്ചിച്ച പൂവൊക്കെ എടുത്ത് മാറ്റി ഒരു 3 സ്ഥലത്ത് ചിരട്ട വെച്ചിട്ടുണ്ട്, കണ്ണൻ ചിരട്ട. അതിൽ ഈ എന്താ പറയുക, സന്നാനത്തിൽ വയ്ക്കും. അതൊക്കെ ആ പഴയ കുച്ചിയൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കും. ഉടനെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം നിറച്ചിട്ടാണ് അഭിഷേകം. അപ്പോൾ ഇന്നലത്തെ പാത്രം കഴുകി പുറത്ത് വെച്ച്, മോട്ടറാണ്, സ്വിച്ചുകളും വെള്ളം എടുക്കും, അവിടെ കൊണ്ടുവയ്ക്കും. ഈ വട്ടപാത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കും. അതിൻ്റെ പീഠത്തിൽ പരമശിവൻ എന്ന് പറഞ്ഞിട്ട് ശിവലിംഗം വയ്ക്കും. അപ്പോൾ 2 കൂട്ടർക്കും പിന്നെ ശംഖാഭിഷേകം, പിന്നെ പാലഭിഷേകം, ശുദ്ധോദകം അതൊക്കെ ചെയ്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് കിണ്ടി കൊണ്ട് ആ പാലിൻ്റെ അതൊക്കെ പോവാനും എല്ലാവർക്കും, ഭഗവതിക്കും ഇതിനൊക്കെ കിണ്ടി കൊണ്ട് ശുദ്ധജലം ഒഴിച്ച് അഭിഷേകം കഴിയും. അത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 11 തിരി വയ്ക്കണം, 3 സ്ഥലത്തും കൂടിയിട്ട് 11 തിരി കത്തും. അത് കഴിഞ്ഞിട്ട് വാതിലടച്ചിട്ട് പൂ പറിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ ശിവനൊരു ധാരയുണ്ട്. ആ ധാരാപാത്രത്തിൽ വെള്ളം നിറച്ചാൽ 20 മിനിറ്റ് എടുക്കും. അത് ഡ്രോപ്പായിട്ട് ശിവലിംഗത്തിലേക്ക് വരാം. അപ്പോഴേക്കും ഞാൻ പൂവൊക്കെ പറിച്ച് വന്നാൽ അർച്ചന തുടങ്ങും. ധാരാളം പൂവുണ്ടാവും. അപ്പോൾ ഉടനെ ഒരു ഇൻഡ്യൂഷൻ വരികയാണ്. ഈ 2022 മാർച്ച് 2-ാം തീയതി അല്ല, മാർച്ച് 5-ാം തീയതി ഞാൻ വീട്ടിലൊരു വേട്ടയ്ക്കൊരു മകൻ പാട്ട് മത്തുണ്ടായി.
1008 നാളികേരം കറിഞ്ഞിട്ട് ഉടനെ പറയാണോ എന്നോട് ഒരു ഇൻഡ്യൂഷൻ, എന്നെ മാത്രം ഇങ്ങനെ ഷോക്കേസിൽ വെക്കണ്ട, എന്നെ പോയിടുത്തോണ്ടിരു, എനിക്കും പൂജ കൊള്ളണം, പൂജ എനിക്കും വേണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്ഥലമില്ല മൂപ്പരെ വയ്ക്കാൻ, വാളെടുത്ത് വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ പരമശിവൻ എന്നോട് പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുകയാണ്, എന്നെ എടുത്തിട്ട് ആദിപരാശക്തി കണ്ണാടി ബിംബത്തിലേക്ക് വെച്ചോളൂ. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. ആദിപരാശക്തിയുടെ മുമ്പിൽ ശിവലിംഗം ഉണ്ടാവും, അല്ലെങ്കിൽ ശ്രീചക്രം ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതിന് അങ്ങനെ ആനന്ദ കണ്ണീർ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം മിസ്സിസ് ഇതൊന്നും അറിയില്ല. ഞാൻ മെല്ലെ പകുതി അർച്ചന കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണത് തോന്നണത്. പോയിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ശിവലിംഗം വെച്ചിട്ടുള്ള പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഈ എന്താണെന്നാ പറയുക, ആയുധം, തിരുവായുധം എന്നാണ് പറയുക. അത് വാളുമാതിരിയല്ല, എന്നാൽ ശൂലമാണോ അതുമല്ല, വലിയ നീണ്ട കൂർത്ത കഠാരി പോലെയാണ്. അത് ഏതായാലും വെച്ചു. പരമശിവൻ്റെ ശിവലിംഗം എടുത്തിട്ട് ഭഗവതിയുടെ പീഠത്തിലും വെച്ചു. അപ്പോൾ സ്ഥലത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്താ ഇത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഇന്നുണ്ടായൊരു കാര്യം ഇവിടെ പറയണത് എന്താ, ഈ ജ്ഞാനികൾക്കൊക്കെയും പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതിയായി എന്ന് പറയാനാണ്. ഈ ബ്രഹ്മാനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ ദർ ഇസ് നോ ലിമിറ്റ്, അതിന് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. തൃപ്പാദമാശ്രയിച്ചിടും ഭക്തന്മാർക്ക് ഇഷ്ടദൈവമായി, അതാണ് പിടിക്കേണ്ടത്. തൃപ്പാദം ആശ്രയിച്ചിടും, അമ്പലത്തിൽ പോയിട്ട് ഉള്ളവർക്കല്ല, ഭഗവാന്റെ തൃപ്പാദം എൻ്റെ മനസ്സിലുണ്ട്. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ യോഗോ ജീവ, അതറിഞ്ഞവർക്കാണ് ഈ ബ്രഹ്മാനന്ദം. അപ്പോൾ തൃപ്പാദമാശ്രയിച്ചിടും ഭക്തന്മാർക്ക് ഇഷ്ടദൈവമായി, കേവലം പ്രാകൃതന്മാർക്ക് വെറും മാനുഷബാലനായി. പ്രാകൃത ബുദ്ധിയുള്ളവർക്ക് ശ്രീകൃഷ്ണൻ ഒരു ബാലനാണ്, അല്ലാത്തവർക്കോ ആദിമധ്യാന്തമില്ലാത്ത പരബ്രഹ്മം, പരമ്പൊരുളാണ്. തുടക്കവുമില്ല, അവസാനവുമില്ല, നടുവില്ല. തൃപ്പാദമാശ്രയിച്ചിടും ഭക്തന്മാർക്ക് ഇഷ്ടദൈവമായി, കേവലം പ്രാകൃതന്മാർക്ക് വെറും മാനുഷബാലനായി, മിന്നും സർവേശ്വരനൊപ്പം കളിപ്പൂ ഭാഗ്യശാലികൾ. അപ്പോൾ ആ വൃന്ദാവനത്തിലെ കുട്ടികളുടെ ഒരു എന്താണ് പറയുക, ലക്ക് നോക്കൂ. ഭഗവാൻ ഉൾക്കാട്ടിലേക്ക് പോകുമ്പോൾ ആരാണ് ആദ്യം ഓടി ഭഗവാനെ ഒന്ന് തൊടുകയെന്നാ. ആ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സായുജ്യമുണ്ട്, ആ ഫീലിംഗ് ഒരു സാമീപ്യമാണ്. സായുജ്യം, സാമീപ്യം, സാരൂപ്യവും. കൃഷ്ണനെ പോലെയൊക്കെ ഇനി വേഷം കെട്ടാൻ തുടങ്ങുന്ന ആൾക്കാരെ അപ്പോൾ മിന്നും സർവേശ്വരനൊപ്പം കളിപ്പൂ ഭാഗ്യശാലകൾ, ഓർത്തിടിൽ ഇവർ ഏവരെക്കാളും പുണ്യമാർന്നുള്ള കുട്ടികൾ. ശരിയല്ലേ? ഓർത്തില്ലെങ്കിൽ ഒരു ചുക്കുമില്ല. ആലോചിച്ചാൽ അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, ആലോചിച്ചാൽ ഒരു കുന്തമില്ല, അങ്ങനെ പറയും. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇതെല്ലാം നമ്മുടെ വ്യക്തിഗത ഭാവനാ സൗകുമാര്യമാണ്. നല്ലത് മാത്രം ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ പോയാൽ നല്ലത് മാത്രമേ വരൂ, ചീത്ത വരില്ല. മകൻ ബൈക്ക് എടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം എന്നല്ല പറയേണ്ടത്, ശ്രദ്ധിച്ച് പോയി വാ, ശ്രദ്ധിച്ച് പോയിട്ട് വരൂ കേട്ടോ. നീ സൂക്ഷിക്കണില്ല എന്ന് അവനോട് പറയരുത്. നമുക്ക് അപകടം പറ്റുന്നും പറയരുത്. അപകടം പറ്റാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടില്ലാണ്ടിരിക്കില്ല. അമ്മ പറയണം, ഞാൻ നോമ്പ് നോറ്റ് ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകന് ഒരു കുഴപ്പവും വരില്ല, പോയി വാടാ, അങ്ങനെ പറയാൻ സാധിക്കണം. ഞാനതിന് നോമ്പ് നോക്കണം. നോമ്പ് നോക്കാതെ കണ്ടുള്ളവർക്കാണ് ഭയം ഉണ്ടാവുന്നത്.
പോസിറ്റിവിറ്റി ഇല്ലാത്തവർക്കാണ് പേടിയുണ്ടാവുക, ഭയം. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദവചനങ്ങളും ഉപനിഷത്ത് കഥകളൊക്കെ തുടരെ വായിച്ചു കൊണ്ടിരിക്കണവരുടെ മാനസികാവസ്ഥ എന്താ? ഒന്നും ഭയപ്പെടാത്തവരാണ് അവർ. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും മരിച്ചോട്ടെ, കാരണം മരണം അനിവാര്യമാണ്, ഇന്നല്ലെങ്കിൽ നാളെ. മരണത്തിനെ ഭയപ്പെടണ്ട. നാരായണ നാരായണ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മരണസമയത്ത് വിഷ്ണു പാർഷദന്മാരെ കാണുള്ളൂ, അവർ യമദൂതന്മാരെ കാണില്ല. അതുകൊണ്ട് അവർക്ക് ഭയം ഉണ്ടാവില്ല. അതാണ് ഈ ഭയം. മനസ്സാണല്ലോ. മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ അവിടെ ആര് വരില്ല? യമഭടന്മാർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓർത്തിയിടിൽ ഇവർ ആരെക്കാളും പുണ്യമാർന്നുള്ള കുട്ടികൾ ഒപ്പം കളിപ്പതും മറ്റും എങ്ങോ നിൽക്കട്ടെ മഞ്ഞിതിൽ ആർത്തൻകഴൽ പൂമ്പൊടിയൊന്നമ്മ അമ്മട്ട എങ്കിലും ഏൽക്കുവാൻ. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭഗവാന്റെ പാദസ്പർശമേറ്റ മൺതരികളിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക. ആ ഭഗവാന്റെ പാദവിന്യാസം കൊണ്ട് ഉയരുന്ന പൊടിപടലങ്ങളെ സ്വന്തം ശരീരത്തിനെ ഇക്കിളിപ്പെടുത്തുക. അതിനേക്കാൾ വലിയ ഇനിയിപ്പോൾ അല്ലേ? അക്രൂരനൊക്കെ ഭഗവാന്റെ പാദം പതിഞ്ഞ മണൽപ്രദേശം കാണുമ്പോൾ വീണുരുക ചെയ്തത്. അപ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ടാണ് പറയുന്നത്, ഒപ്പം കളിപ്പതും മറ്റും എങ്ങോ നിൽക്കട്ടെ മഞ്ഞിതിൽ ആർത്തൻകഴൽ പൂമ്പൊടിയൊന്നമ്മട്ടെങ്കിലും ഏൽക്കുവാൻ. എത്രയോ ജന്മജന്മങ്ങൾ തൊട്ടേ ശമദമാദികൾ. ശമം ദമം ക്ഷമിക്കാനുള്ള എന്താണെന്നാ പറയുക, കഴിവുണ്ടാവുക. അത് എവിടുന്നാ കിട്ടുക? ഈശ്വരീയതയിൽ കൂടെ. അപ്പോൾ ശമദമാദികൾ ശീലിച്ചു പോരും യോഗീന്ദ്രന്മാർക്ക് പോലും പ്രയാസമോ? യോഗീന്ദ്രന്മാർക്ക് കൂടി പ്രയാസം. അതേ സർവേശ്വരൻ മന്ദസ്മിതവും തൂകിയങ്ങനെ. നമുക്ക് പോലീസും കള്ളനും പോലീസും കളിക്കാം, നമുക്ക് ഒളിച്ച് കളിക്കാമെന്നാണ് പറയുക. അപ്പോൾ കള്ളനും പോലീസും അതിപ്പോൾ ഈ കള്ളന്മാർ കൂടിയപ്പോൾ ഉണ്ടായതുള്ളതാണ്. ഒളിച്ച് കളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്രയോ ജന്മജന്മങ്ങൾ തൊട്ട് ശമദമാദികൾ ശീലിച്ചു പോരും യോഗീന്ദ്രന്മാർക്കു പോലും പ്രയാസമോ? അതേ സർവേശ്വരൻ മന്ദസ്മിതവും തൂകി അങ്ങനെ കൺമുന്നിൽ വന്നു തന്നെ താൻ കനിഞ്ഞു കളിയാടുകിൽ അമ്മട്ടഴും വ്രജത്തിങ്കൽ വാഴ്വോർതൻ ഭാഗ്യം ഊഴിയിൽ ആർക്കു താനുര ചെയ്തിടാം. ആർക്കാ പറയാൻ പറ്റുക? അപ്പോൾ വൃന്ദാവനത്തിലെ പ്രത്യേകത എന്താ? ഭഗവാൻ ഓടിക്കളിച്ചുള്ള മണ്ണ്. അപ്പോൾ ആർക്കു താൻ ഉര ചെയ്തിടാം കൈവണങ്ങുക എന്നിയേ. അഞ്ജലീബന്ധം ചെയ്ത് പ്രാർത്ഥിക്കാന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. അമൃതം കയ്യിൽ വന്നുള്ള മുക്തന്മാരും സ്വജീവിതം വിലസിപ്പതിനെന്നും ആസ്വദിക്കുവതെങ്കിലും. അമൃതം കയ്യിൽ വന്നുള്ള മുക്തന്മാരും സ്വജീവിതം വിലസിപ്പതിനെന്നും ആസ്വദിക്കുമ്പോതെങ്കിലും കണ്ടിട്ടതു പുറത്തിടാഞ്ഞ് കണ്ടിട്ട് അത് പൊറുത്തിടാഞ്ഞ് ഒരു ദുഷ്ടൻ അഘാസുരൻ. അഘാസുരൻ പാപിഷ്ടൻ എന്നർത്ഥം. ഒരാളുടെ പേരാണ് അഘാസുരൻ. പിള്ളന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നു കറുത്തവൻ. ഒരു രൂപം നിൽക്കണം കുട്ടികളുടെ ഇടയിൽ. പിള്ളന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നു കറുത്തവൻ. ഈ പാപത്തിന് കറുപ്പ് എന്നൊരു പേരുണ്ട്.
ജ്യേഷ്ഠനെ കൊന്നവൻ കണ്ടു കിട്ടിപ്പോയിനി വൈരിയെ വിടില്ലെന്നോർത്തൊരു പെരുമ്പാമ്പായിട്ടു ഒട്ടു ദൂരവേ. അപ്പം ഈ അകാസുരൻ എങ്ങനെ വന്നത്? ഏത് രൂപമെടുത്തിട്ടാണ് വന്നത്? വലിയൊരു മലമ്പാമ്പ് വായ തുറന്നൊരു ഗുഹ പോലെ നിൽക്കുകയാണ്. അതാണ് ഞാൻ അവിടെ നിന്ന് പരിങ്ങി, എനിക്ക് മനസ്സിലായില്ല. പിള്ളന്മാരുടെ മധ്യത്തിൽ ആ നിൽക്കുന്ന കറുത്തവൻ. ഞാൻ എന്താ പറയാ, എനിക്ക് അപ്പോഴാണ് പിന്നെ വായിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നതേ. ഏത് രൂപമെന്ന് അറിഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ് വായ പൊളിച്ചിങ്ങനെ നിൽക്കുക. കണ്ട പാമ്പാന്ന് തോന്നില്ല, ഒരു ഗുഹ. ജ്യേഷ്ഠനെ കൊന്നവൻ കണ്ട്. അപ്പം ഈ അകാസുരൻ ആരാന്നാ പറഞ്ഞത്? ഇതിൻ്റെ മുമ്പേ ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നുവല്ലോ, രണ്ടാൾ ഒപ്പം വന്നു. ഒരു പിന്നെ ഇതിൽ ബകാസുരൻ്റെ ഏട്ടനാണ്. അതുകൊണ്ടാണ് ജ്യേഷ്ഠനെ കൊന്നവൻ കണ്ടു കെട്ടിപ്പോയി ഇനി വൈരിയെ, ആ ശത്രുവിനെ, എൻ്റെ ഏട്ടനെ കൊന്ന ശത്രുവിനെ, കൃഷ്ണനെ വിടില്ല എന്നോർത്തൊരു പെരുമ്പാമ്പായിട്ടു ഒട്ടു ദൂരവേ 4 നാഴിക നീളത്തിൽ കുന്നുപോലെ തടിച്ചവൻ. 4 നാഴിക ദൂരം, അത്രയും വലിയ പെരുമ്പാമ്പെന്നർത്ഥം. 4 നാഴിക നീളത്തിൽ കുന്നുപോലെ തടിച്ചവൻ, നിരത്തുപോലൊഴും നാവ് നീട്ടി. നിരത്ത് എന്ന് പറഞ്ഞാൽ വലിയ വീതിയിലുള്ള റോഡ് പോലെ ഇങ്ങനെ നാവ് നീട്ടി കിടക്കുകയാണ്. എന്താ, ഒരു കുന്ന്, അതിൽ നിന്നൊരു മലമ്പാത വരികയാണ്. ആ മലമ്പാത ആ പെരുമ്പാമ്പിൻ്റെ വായാണ്. അതുകൂടെ കയറിയാൽ അതിൻ്റെ വായിലേക്കാണ്. ഇനി ഇതിലും മീത് എന്താ പറയുക, മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടില്ല. നിരത്ത് പോലെയും നാവ് നീട്ടി വൻ ഗുഹ പോലവേ വായും പിളർന്ന് അനങ്ങാതെ. അനക്കല്ല, സ്റ്റില്ലാണ്. അപ്പോൾ വായും പിളർന്ന് അനങ്ങാതെ കിടന്നാൻ അതിനിർദയൻ. ദയാന്നുള്ളത് തീരില്ല. ഈ പിഞ്ച് ബാലന്മാരെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുകയെ. അതിലിപ്പോൾ ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാലോ. വായും പിളർന്ന് അനങ്ങാതെ കിടന്നാൻ അതിനിർദയൻ പൈതങ്ങൾ മെല്ലെ വെച്ചൊന്നു ചൊല്ലിനാൻ തമ്മിലിങ്ങനെ. പൈതങ്ങൾ മെല്ലെ വെച്ചെന്നു ചൊല്ലിനാർ തമ്മിലിങ്ങനെ. വൃന്ദാവനത്തിനഴകാം പുത്തൻ പാതയിതോർക്കുകിൽ. മൈ ഗോഡ്, അവരുടെ മനസ്സേ, ഇത് പുതുതായിട്ട് വെട്ടിയിട്ടുള്ള വൃന്ദാവനത്തിലേക്കുള്ള വഴിയാണോ എന്നാണ് ചോദിച്ചത്. നിരത്ത് എന്ന് പറഞ്ഞേ, ഇപ്പം നമ്മൾ പുതിയ നിരത്ത് എങ്ങനെയാണ് ടാറിട്ട പുതുതായി, അതിൻ്റെ ഉള്ളിൽ എത്ര കുഴി അടയ്ക്കാത്തതുണ്ട്. അപ്പോൾ മോള് കൂടെ ഒരു പാടങ്ങനെ വിരിക്കുകയാണ് അല്ലേ. ശരിക്ക് ഈ പിന്നെ റോഡിഞ്ചൻ 4-5 പ്രാവശ്യം പോയാലേ അത് സെറ്റാവുള്ളൂ. അതിനുള്ള സമയമില്ല, ഈ ലാഭം നോക്കണ്ട എല്ലാവർക്കും. അപ്പോൾ പൈതങ്ങൾ മെല്ലെ വെച്ചെന്നു ചൊല്ലിനാർ തമ്മിലിങ്ങനെ. വൃന്ദാവനത്തിനഴകാം പുത്തൻ പാത ഇതോർക്കുകിൽ ഏതാണ്ടൊരു മഹാസ്വത്വം കിടക്കുന്നതുമാതിരി. പറയാണ്, ഏതോ ഒരു മഹാസ്വത്വം കിടക്കുന്ന മാതിരി. വായ്പിളർന്നു പെരുമ്പാമ്പിൻ ചായയുണ്ട് ഇതിനില്ലയോ. പെരുമ്പാമ്പല്ലാന്നാണ് പറഞ്ഞതേ, പെരുമ്പാമ്പിൻ്റെ ആകൃതി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ മലമ്പുഴയിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 60 വർഷം മുമ്പേ ഒരു മ്യൂസിയം വരുന്നുണ്ടായി. മ്യൂസിയം എങ്ങനെ, ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലാണ്. അതിൻ്റെ ഉള്ളിലാണ് ധാരാളം മത്സ്യങ്ങളെ ഓരോരോ ഗ്ലാസ് കേജിലാക്കി വെള്ളമായിട്ട് വച്ചിട്ടുള്ളത്. അത് വന്നിട്ട് ഞാൻ പോയിട്ടുണ്ടോ ചോദിച്ചാൽ അറിയില്ല എനിക്ക്. ഒരു പ്രാവശ്യം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകില്ല. ഈ കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണലിയിലൊക്കെ നിൽക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, അപ്പോൾ വായ്പിളർന്ന പെരുമ്പാമ്പിൻ ചായയുണ്ട് ഇതിനില്ലയോ. വാസ്തവം തന്നെ മേൽചുണ്ടു വെയിൽ ചോപ്പാർന്നു വാരിതം. മേൽചുണ്ട് വെയിലത്ത് ഇങ്ങനെ നല്ല ചുവപ്പ് നിറം കാണാനുണ്ട്.
പെയിൻ്റ് അടിച്ചതാണെന്ന് തോന്നണത്. വാരിതം ശരിയാം കീലടിച്ചുള്ള നിരത്ത. ഓ മൈ ഗോഡ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ ടാറിട്ട റോഡ് എന്ന്. അതാണ് കീലടിച്ചെന്ന. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ താമരശ്ശേരിയാണ് ഈ പുതിയ ശ്ലോകത്തിൻ്റെ ഒക്കെ അർത്ഥം. കാരണം ഇത്ര കീല എന്നുള്ള വാക്ക് കറുപ്പ് എന്നുള്ള മൂലത്തിലുണ്ടാവും, കീല എന്നുള്ളത് ഉണ്ട് തോന്നുന്നില്ല എനിക്ക്. കാരണം അന്ന് ഈ ടാറിട്ട പരിപാടി തുടങ്ങിയിട്ടില്ല. വരാൻ പോകുന്ന വാക്കുകളെ ഭഗവാൻ നമ്മൾക്ക് കുത്തി നിറച്ച് തരും. പോയി പറഞ്ഞോ, ധൈര്യമായിട്ട് പോയി, പിന്നിൽ ഞാൻ ഉണ്ടെന്നാ. അതുകൊണ്ടാണ് ശരിയാം കീലടിച്ചുള്ള. ഞാനൊന്ന് ആ വര ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ആശ്ചര്യം തോന്നി, ഇന്നെനിക്ക് വായിക്കുമ്പോഴാണ് ആശ്ചര്യം തോന്നിയുള്ളൂ. ശരിയാം കീലടിച്ചുള്ള നിരത്തെന്നാകിൽ നാവുമാം ഒരു പക്ഷേ ശരിക്കുള്ള പാമ്പാണെങ്കിൽ വിഴുങ്ങുമോ. ഈ ശങ്കകളൊക്കെ കുട്ടികൾക്ക് വരും. ഇനിയിപ്പോൾ ശരിക്ക് ഒരു പാമ്പാണെങ്കിൽ നമ്മൾ വിഴുങ്ങുമോ? പേടിക്കണ്ട, നമ്മുടെ യഥാർത്ഥ രക്ഷകൻ കൂടെ ഇല്ലേ? അയാൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും വിളിച്ചാൽ വരാതെണ്ടിരിക്കുമോ? അദ്ദേഹം ഉള്ളപ്പോൾ നമ്മളെന്തിനാ പേരപ്പെടുന്നത്? ആരെ? കുഞ്ഞികൃഷ്ണൻ, കുട്ടിക്കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ എല്ലാറ്റിനും റെഡിയായിട്ടാണ്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കൃഷ്ണ 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 എന്നോട് വിളിച്ചാൽ വന്നു കാര്യങ്ങൾ ശരിയാക്കി തരും. അതുകൊണ്ട് എന്നാലും ഭഗനെ കൊന്ന നമ്മൾ തൻ കൃഷ്ണനില്ലയോ, അതാണ് സത്യം. എന്നാലും ഭഗനെ കൊന്ന നമ്മൾ തൻ കൃഷ്ണൻ ഇല്ലയോ നമ്മുടെ കൂടെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ അനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അറിയാതെ കണ്ട് ഉച്ചരിക്കുന്ന വാക്കുകൾ അർത്ഥവത്താക്കി വരുന്ന വാചകങ്ങൾ വരുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ചൈതന്യത്തിനറിയാം നമ്മൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ എഴുതി തയ്യാറാക്കിയിട്ടല്ലല്ലോ അർത്ഥം പറഞ്ഞത്. എന്നോ ഒരു കാലത്ത് വായിച്ചിട്ടുണ്ട് ഞാൻ. അത്രക്കൊക്കെ ഓർമ്മയൊന്നും വയ്ക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്കതാണ് ആശ്ചര്യം. നിങ്ങൾക്ക് തോന്നും പട്ടാമ്പി വായിച്ച് പഠിച്ചിട്ടുണ്ട്. സോറി, എനിക്ക് നിരന്തരം ആശ്ചര്യം തരാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടൊരാളാണ് ഭഗവാൻ. അതുകൊണ്ട് എനിക്ക് ഒന്നും കാണാൻ പാടറിയില്ല, എനിക്ക്. വർത്തമാനം പറയും, വർത്തമാനം പറഞ്ഞാൽ ഭഗവാൻ ഈ പൗട്ടത്തൊക്കെ പെട്ടൊന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു മുളങ്കുറ്റിയുടെ 2 ഭാഗം എന്താണെന്നാ പറയുക, മുറിച്ച് മിനുസപ്പെടുത്തി ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പച്ചല കൈകൊണ്ട് ചുരുട്ടി ഗുളികയാക്കിയിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഈ മുള്ളീരൻ കുരു കേട്ടൊന്നുണ്ട്, മുള്ളീരൻ കുരു. അത് ഈ പലചരക്കിലല്ല, ഈ ഇഞ്ചിയും അതേമാതിരി എന്തൊക്കെ വിഭവങ്ങൾ എടുക്കുന്ന അവരെടുക്കും. അപ്പോൾ അതിൻ്റെ മുള്ളീരൻ കുരു പച്ച നിറത്തിലുണ്ടാവുക. അത് ആദ്യം ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഈ പുട്ടുണ്ടാക്കുമ്പോൾ ഉന്തണ മാതിരി മുള കൊണ്ട് ആശാരിമാരുണ്ടാക്കി തരും. അതിങ്ങനെ അതിൻ്റെ അറ്റത്ത് പോയി നിൽക്കുന്നത്. എന്നിട്ട് 2ാമത്തെ കുരു വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതങ്ങോട്ട് മറ്റേത് പറഞ്ഞിട്ടാണ് പോവുക തന്നെ. പൗട്ടത്തോക്കെന്നൊക്കെയാണ് പറയുക. ഇതും ഒരു 60 കൊല്ലം മുമ്പത്തെയാണ് കേട്ടോ. അതെപ്പോഴൊന്നും അല്ല. ഇപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഇപ്പൊക്കെ ബാറ്ററി ഇട്ടിട്ടുള്ള പരിപാടിയില്ലേ, AK-47 അല്ലേ, മൈനർ മേജർ എന്താവട്ടെ. അപ്പോൾ പറഞ്ഞു, എന്നാലും ഭഗനെ കൊന്ന നമ്മൾ ആ നമ്മൾ തന്നുള്ളതിനാണ് ഭക്തി. നമ്മുടെ സ്വന്തം കൃഷ്ണൻ കൂടെ ഇല്ലെന്നാണ് ചോദിക്കണത്. ഇവൻ ഇനി ഒരു അസുരൻ തന്നെ ആണെങ്കിൽ നമ്മളെന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ട് ഫ്രീ പാസ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ ആരും അവിടെ ടിക്കറ്റൊന്നും ചോദിച്ച് നിൽക്കണില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷമൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാമെന്നാ. അങ്ങനെ കൃഷ്ണനില്ലയോ പേടിക്കാനില്ല ഒന്നിനെയും, കൂരിരുട്ടുള്ള പാതയാം. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കാണാനില്ല, കൂരിരുട്ടാണ്. എന്നാലും കൃഷ്ണനുണ്ടല്ലോ, കയറിക്കോളൂ എന്നാണ് പറഞ്ഞത്. കൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നിലെ കയറിനുള്ളൂ എന്നാക്കി. കുട്ടികളൊക്കെ അങ്ങോട്ട് ചെല്ലട്ടെ ആദ്യം.
അമ്മട്ടല്ലെങ്കിൽ അവനെ കൊല്ലും കൃഷ്ണൻ. അപ്പോൾ പേടിക്കാനില്ല ഒന്നിനെയും കോരിരട്ടുള്ള പാതയാം. അമ്മട്ട് അല്ലെങ്കിൽ ഇതൊരു പാതയല്ല, നമ്മളെ വധിക്കാനായിട്ട് ഒരു അസുരനാണെങ്കിൽ. അമ്മട്ടല്ലെങ്കിൽ അവനെ കൊല്ലും കൃഷ്ണൻ ഞൊടിക്കകം. ഈ ഒരു തീർപ്പ്, ബാലമനസ്സിൽ കളങ്കമില്ല എന്നുള്ളൊരു തീർപ്പ് നമുക്കുണ്ടാവണം. ഞാനതിൽ പാസ്സായിട്ടുള്ള ആളാണ്. എനിക്ക് ആ തീർപ്പ് മാത്രമേ രക്ഷ. അതിപ്പോൾ എൻ്റെ ബോംബെ ചേച്ചിക്ക് അറിയാം, കുറച്ചൊക്കെ ഹരിദാസനും അറിയാം. ഇയാൾ എങ്ങനെയായിരുന്നു, ഹരിദാസൻ്റെ മനസ്സിൽ ഇതായിരുന്നു. രാജേട്ടൻ ഷോർട്ട് ഹാൻഡൊക്കെ പഠിപ്പിച്ചിരുന്നു. ഈ ഭാഗവതം പറയാൻ എപ്പോഴാണ് തുടങ്ങിയത്? അമ്പലത്തിൽ പായസമൊക്കെ കഴിച്ചിട്ട് വളർന്ന ആളല്ലേ. രാജേട്ടൻ്റെ അച്ഛൻ കാര്യസ്ഥനായിരുന്നു. കാരണം ഞാൻ അവിടുന്ന് 75 മാർച്ച് 3 പിരിയുമ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ ഈ ട്രസ്റ്റ്ഷിപ്പ് സറണ്ടർ ചെയ്തിട്ടുള്ള ആളോ ആയിട്ടില്ല. അത് 75 ഞാൻ ബോംബെയിൽ മാർച്ച് 5 ബോംബെയിലെത്തി. ഒരു 11 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതിലാണ് ഈ ബംഗ്ലാദേശ് വാർ വരുന്നത്. 75 പ്രൊണർഷയിലെ. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ 80 അതെ അല്ല സോറി 73 13 ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എൻ്റെ 5 വയസ്സിന് താഴെയാണ് ഹരിദാസ്. 5 8 എനിക്കറിയില്ല. ഹരിദാസ് പറയപ്പെടുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ ഹരിദാസന് അത്രയ്ക്ക് അറിയില്ല, അമ്പലത്തിലുള്ള ആളെന്നറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പായസം കഴിച്ചതാണെങ്കിലും അപകടമൊന്നും ഇല്ലാണ്ട് ഭഗവാൻ ഗംഭീരമായിട്ട് നോക്കി നടത്തിയിട്ടുണ്ട് എന്നെ പ്രൊണൗൺസിയയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നാലും ഭഗനെ കൊന്ന നമ്മൾ തൻ കൃഷ്ണനില്ലയോ പേടിക്കാനില്ല ഒന്നിനെയും കൂരിരുട്ടുള്ള പാതയാം. അമ്മട്ടല്ലെങ്കിൽ അവനെ കൊല്ലും കൃഷ്ണൻ ഞൊടിക്കകം. ഈ വണ്ണമോദി നാഥൻ്റെ കമനീയ മുഖാംബുജം നോക്കി ചിരിച്ചു മുന്നോട്ട് ചെന്നു കൈകൊട്ടി. അങ്ങനെ ഇരുട്ടത്ത് പോകുമ്പോൾ കൈകൊട്ടൊരു ശീലമുണ്ട്. എന്താ, വല്ല നീർക്കോലിയോ ചേരയോ വഴിയിൽ കിടക്കലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കൈ കൊട്ടുക. എന്തൊക്കെയാണ് ഇവിടെ പറയണതുണ്ടോ. അപ്പോൾ അമ്മട്ടല്ലെങ്കിൽ അവനെ കൊല്ലും കൃഷ്ണൻ ഞൊടിക്കകം. ഈ വണ്ണമോദി നാഥൻ്റെ കമനീയ മുഖാംബുജം നോക്കി ചിരിച്ചു മൂപ്പരിങ്ങനെ എല്ലാവർക്കും കയറിക്കോളൂ എന്നിട്ട് വേണം ഈ അകാസുരനെ കൊല്ലാൻ. അത് അപ്പോൾ ഈ മാക്സിമം ആൾക്കാരാണ് അകത്തേക്ക് പോയിക്കോട്ടെ അല്ലേ, പുറത്തുള്ളവർ പേടിക്കില്ലേ വായ മുറുക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഭയങ്കര സ്റ്റണ്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നോക്കി ചിരിച്ചു മുന്നോട്ട് ചെന്നു കൈകൊട്ടി. ഇങ്ങനെ ശരിയാം പാതയെന്നോർത്ത് പെരുമ്പാമ്പിൻ്റെ വായയിൽ പൈതങ്ങൾ ഉൾപ്പൂകുവതായി കണ്ടു വിശ്വംഭരൻ തൻ കൂട്ടരെ തടഞ്ഞിടാൻ തിരുവള്ളത്തിലോർക്കവേ. തൻ്റെ കുട്ടികളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ തിരുവള്ളത്തിൽ മനസ്സിൽ ഓർക്കവേ അഖൻ്റെ ഗുഹ പോലുള്ള വായയിൽപ്പെട്ടു കുട്ടികൾ. എങ്കിലും ബന്ധു നീറിയില തെല്ലുപോലും അഘാസുരൻ ദുഷ്ടനെങ്കിലും. അപ്പോൾ ഈ വായ പൂട്ടി മൂപ്പരെ. അഖൻ്റെ ഗുഹ പോലുള്ള വായയിൽപ്പെട്ടു കുട്ടികൾ. എങ്കിലും ബന്ധു നീറിയില തെല്ലുപോലും അകാസുരൻ ദുഷ്ടനെന്നാകിലും തന്നെ പ്രതീക്ഷിക്കുക കാരണം. മൈ ഗോഡ്, ഭക്തൻ്റെ അവസ്ഥയിൽ ഭഗവാൻ തൻ്റെ വൈരീനെ തൻ്റെ ഭക്തനാക്കി. എന്നെ പ്രതീക്ഷിച്ച് വന്നവൻ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യില്ല എന്നാണ്. ഈ അമ്പലങ്ങളിൽ കളവ് ചെയ്യുന്ന ആൾക്കാർ അധികം പേരെ പിടിക്കാണ്ടിരിക്കാനുള്ള കാരണം എന്താ?
മുൻജന്മ സുഹൃത്തുണ്ട് അവരുടെ കയ്യിൽ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ശ്രീലകത്ത് കയറാൻ പറ്റുമോ? അവർ കയറണു. കാരണം എന്താ? പണ്ടത്തെ ജന്മത്തിൽ ചെയ്ത സുഹൃതം ഏത് ശ്രീലകത്തിലേക്ക് അവർക്ക് കയറാം. പുല്ലാണേ അങ്ങനെ ഒന്നുണ്ട്. മനസ്സിൽ പുല്ലാണെന്നാ. അത് ഒരു കണക്കിന് നല്ലതാണ്. ഇനി കക്കണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ കക്കാൻ പോകുമ്പോഴും അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിടിക്കപ്പെടരുതേ കൃഷ്ണ, ഗുരുവായൂരപ്പാ, അമ്മേ ഭഗവതി. കാരണം പിടിച്ചാൽ തല്ലാണ്. നാട്ടുകാരുടെ കൈ കെട്ടിയാൽ ഇഞ്ചി കുത്തും. എന്നാൽ പിന്നെയും പോലീസാ ഭേദം. ഒരാളോ രണ്ടാളല്ലോ മാറി മാറി അടിക്കുള്ളൂ, എല്ലാവരും കൂടി അടിക്കില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ അല്ലെങ്കിൽ വ്യാസരുടെ ഒരു ബുദ്ധി, വ്യാസരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വ്യാസരാരാ? കൃഷ്ണദ്വൈവായൻ, ഭഗവാൻ തന്നെ അവതാരത്ത ആളാണ്. അപ്പോൾ ഭഗവാനാണ് ഈ ചടുലമായിട്ടുള്ള നീക്കങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയണു, അതെ, ദുഷ്ടനെന്നാകിലും തന്നെ പ്രതീക്ഷിക്കുക, കാരണം കൃഷ്ണൻ കൂടി അകത്താവാൻ കാത്തിരിക്കുകയാൽ അവൻ. ആ പ്രതീക്ഷ, there will be a silver line in the horizon. നമ്മൾക്കായിട്ട് ഒരു വെള്ളിരേഖ ആകാശത്തുണ്ട് എന്നാണ് ബോധിച്ചാൽ മതി. ഭഗവാൻ കത്തിച്ചേരും വെള്ളിരേഖ. ആ വിശ്വാസമാണ്, അഗാധമായുള്ളൊരു വിശ്വാസം. കൃഷ്ണൻ കൂടിയാകത്താവാൻ കാത്തിരിക്കുകയാലവൻ പിളർന്നവായ പൂട്ടിയില പകയേറിയ രാക്ഷസൻ. സർവർക്കും അഭയം നൽകും ഭഗവാൻ കരുണാനിധി. സർവർക്കും, പാപം ചെയ്തവനും ഇല്ലാത്തവനൊക്കെ. കാരണം എന്താ? പാപം ചെയ്തവന് പൂർവ്വജന്മാന്തര സുഹൃത്ത് അവിടെ കിടക്കണം. ഈ അമ്പലത്തിലേക്ക് ഏത് ശ്രീലകത്തേക്കും കയറാമല്ലോ അവന്, അല്ലേ? ഭയരഹിതനല്ലേ അവൻ. അപ്പോൾ സർവർക്കും അഭയം നൽകും ഭഗവാൻ കരുണാനിധി. മറ്റൊരാശ്രയമില്ലാത്ത ഇടങ്ങളിൽ അലിഞ്ഞവൻ ഉപായം കണ്ടുടൻ താനും പ്രവേശിച്ചാൻ. വായുടെ ഉള്ളിലേക്ക് താനും പ്രവേശിച്ചാൻ. അകാസുരൻ വായ് പൂട്ടി, തനിക്ക് ഇന്ന് അമൃതത്ത് കിട്ടി എന്നുള്ള രീതിയിൽ വായ് പൂട്ടി. കൃഷ്ണനകത്ത് കയറിയില്ലേ? ആരേനെ പ്രതീക്ഷിച്ച് നിൽക്കണത്? അയാളെ ഒരു മടിയുമില്ലാതെ കണ്ട ഉള്ളിൽ കയറി. വായ് പൂട്ടി മുനി പോലുള്ളം തെളിഞ്ഞു വിലസേടിനാൻ. എൻ്റെ ഉള്ളിൽ അകപ്പെട്ടു കൃഷ്ണൻ. മുനീശ്വരന്മാർക്ക്, തപസ് ചെയ്യുന്നവർക്ക്, അവരവരുടെ ഹൃദയമധ്യത്തിൽ ശ്രീകൃഷ്ണ പാദാരവിന്ദം അവലോകനം ചെയ്യാൻ സാധിക്കുന്നവരെ എങ്ങനെ ആനന്ദഭരിതരാവും? ശ്രദ്ധിക്കണം. അവരവരുടെ ഉള്ളിൽ ചിതാകാശ ഗുഹയിൽ ഭഗവാന്റെ ചൈതന്യം ഉണ്ട് എന്നുറപ്പിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന്റെ കമനീയ കഥകളൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ പാദസ്പർശം എനിക്ക് ഏറ്റിട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ. ആ തോന്നൽ ഘനീഭവിക്കും ചിലപ്പോൾ. അപ്പോൾ ബ്രഹ്മാവ് വാമനാവതാര കാലത്ത് ഭഗവാന്റെ വലത് കാലിൻ്റെ പെരുവിരലിൻ്റെ നഖത്തിൻ്റെ ശോഭയാണ് തൻ്റെ താമര തുടർന്ന ഭാഗത്തെത്തിയിരുന്നു. അപ്പോഴാണ് ഭഗവാന്റെ പൊക്കിളിൽ നിന്നുത്ഭവിച്ചിട്ടുള്ള താമരയിലിരിക്കുന്ന ബ്രഹ്മാവ് തൻ്റെ കമ്മണ്ടിലുള്ള ജലം കൊണ്ട് ആ പാദത്തിനെ പ്രക്ഷാളനം ചെയ്തു എന്നാണ്. അതാണ് ദേവഗംഗയായിട്ട് ആകാശത്തുനിന്ന് വന്നത്. ഇത്രയൊക്കെ അറിയണ ഒരാൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ഹൃദയപത്മത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ മുനി പോലുള്ളം തെളിഞ്ഞു വിലസിടിനാൻ, പൊട്ടിച്ചിരിച്ചു കംസൻ്റെ കൂട്ടുകാർ മാഴ്കി. അപ്പോൾ ഇതൊക്കെ അസുരന്മാരും രാക്ഷസീയ സ്വഭാവക്കാരൊക്കെ നോക്കുന്നുണ്ട്. അവരൊക്കെ സന്തോഷിച്ചു. ഇന്ന് നമ്മുടെ വൈരി പലവരും പോയി മടങ്ങിയിട്ടില്ല. ഇന്ന് അവനെ കൊണ്ടുള്ള ഉപദ്രവം തീർന്നു. അകാസുരൻ ഭഗവാനെ കൊന്നു. ദേവകൾ തമ്മിൽ തൊട്ടു നോക്കി വീർപ്പുമുട്ടുന്ന കുട്ടികളെപ്പറ്റി ചിന്തിച്ചു എന്നാ. ദേവന്മാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അസുരന്മാർ മാത്രമല്ല, ദേവന്മാർ. കുട്ടികൾ കൃഷ്ണനെ തന്നെ ഉൾപ്പോഴുറപ്പിച്ചു വീഴുകവേ. അപ്പോൾ ദേവകൾ തമ്മിൽ തൊട്ടു നോക്കി വീർപ്പുമുട്ടുന്ന കുട്ടികൾ കൃഷ്ണനെ തന്നെ ഉൾപ്പൂവിൽ ഉറപ്പിച്ചു വീഴുകവേ. അവരേതായാലും വായയിൽ ഇങ്ങനെ അടിതെറ്റി വീഴാണല്ലോ. കൃഷ്ണ 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 കൃഷ്ണ, ഒന്നും സംഭവിക്കണില്ല.
ഉരുകിയിടും അവരെ തുണയ്ക്കുവാനും. ഉരുകിയിടും ഇരുട്ടിൽ നിലയില്ലാണ്ടങ്ങോട്ട് വീഴാണ്. പിന്നെ കാല് വെക്കണടുത്ത് വഴുപ്പാണ്. ഉരുകിടും അവരെ തുണയ്ക്കുവാനും വിരുദൻ അകാസുരനെ പിളർക്കുവാനും. തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കാനും അകാസുരനെ പിളർപ്പാനും സുരുചിരമൊരു വാമനാവതാരം ചെറുതു നടത്തിയുടൻ മഹാനുഭാവൻ. നോക്കൂ, ഈ 42ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? സുരുചിരമൊരു വാമനാവതാരം ചെറുതു നടത്തിയുടൻ മഹാനുഭാവൻ. പെട്ടെന്ന് വാമനൻ്റെ അത്ര ഉയരുള്ളൂ. അവതാരം എന്താ ഉണ്ടായത്? ആകാശം മുട്ടുമാറ് വളർന്നു. അതേപോലെ അങ്ങോട്ട് വളർന്നു. ആ വളർന്നോട് കൂടിയിട്ട് എന്തായി? പെരുമ്പാമ്പിൻ്റെ വായ പിളർന്നു. ഒന്നുമില്ലാണ്ടേ കുട്ടികളൊക്കെ പുറത്തു വന്നു. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പേ കൃഷ്ണനെ ഉൾപ്പൂവിൽ ഉറപ്പിച്ചു വീഴുകവേ ഭഗവാൻ എൻ്റെ വായയിൽ കൊണ്ടുവന്ന് തിരികെ തന്നു വാമനാവതാരത്തിൻ്റെ കാര്യം. ജസ്റ്റ് ഇമാജിൻ. നമ്മളെ കൊണ്ട് പറയിപ്പിക്കണു ഭഗവാൻ. ബ്രഹ്മാവിനെ കൊണ്ട് പാദപ്രക്ഷാളനം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയിപ്പിച്ചു. ഇതാണ് ഡയറക്ഷൻ. ആരുടെ? എൻ്റെ അല്ല, ഭഗവാന്റെ ഡയറക്ഷൻ. നിങ്ങളുടെ മുമ്പിൽ എന്നെ ഇരുത്തി ഭഗവാൻ എനിക്ക് എന്ത് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങൾ പിന്നെ വായിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദാനുഭൂതി. ഇതൊക്കെ ഞാൻ കെട്ടിപ്പൊന്നി വെച്ചതായിരുന്നു. ഇതൊക്കെ വായിച്ചതാണല്ലോ. ഇനി ഇത് ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് 552ാമത്തെ എപ്പിസോഡ്. ഒരു 600 അല്ലെങ്കിൽ ഇത്ര തന്നെ ഒരു 500 എപ്പിസോഡ് എങ്ങനെയാലും ഉണ്ടാവും. ഇതന്നെ അല്ലേ കയ്യിലിരിപ്പ്. അപ്പോൾ ഉരുകിടും അവരെ തുണയ്ക്കുവാനും വിരുദനഘാസുരനെ പിളർക്കുവാനും സുരുചിരം ഒരു വാമനാവതാരം ചെറുതു നടത്തിയുടൻ മഹാനുഭാവൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ 5 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എൻ്റെ ജീവിതത്തിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഇത്ര വലിയ എപ്പിസോഡ് ഞാൻ ആദ്യം പറയാം. 52-53 മിനിറ്റിലേക്കാണ് പോകുന്നത്. ഒരു വർഷമല്ലേ? അങ്ങനെ പോയാൽ ചിലപ്പോൾ ഇതൊരു 400 എപ്പിസോഡിൽ കഴിഞ്ഞു എന്നും വരാം. എങ്ങനെയായാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനഫ്. ഐ എൻജോയ്ഡ് എ ലോട്ട്. പ്രമോഷയിലെ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.